പാലക്കാട് തുപ്പനാട് ജുമാ മസ്ജിദിൽ നിന്നുള്ള അവിടുത്തെ ഖബർസ്ഥാനിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ മനസാക്ഷിയെ മുറിവേൽപ്പിച്ച അതിദാരുണമായ ഒരു അപകടത്തിൻ്റെ അവസാനത്തെ രംഗം എന്ന് വേണമെങ്കിൽ പറയാം. 13 വയസ്സ് മാത്രം പ്രായമുള്ള 4 കുരുന്നുകളാണ് മണ്ണോട് ചേരുന്നത്. ഈ പ്രായത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച്, ഒരുപാട് മോഹങ്ങൾ ബാക്കി വെച്ച് അവർ മടങ്ങുകയാണ്. അവരുടെ ഉറ്റവർക്ക് ഇത് താങ്ങാനുള്ള കരുത്തുണ്ടാവട്ടെ എന്ന് മാത്രം നമുക്ക്. ഇപ്പോൾ ഈ 4 പെൺകുട്ടികളുടെയും ശവമഞ്ചങ്ങൾ ഓരോരുത്തരെയായി പുറത്തെടുത്ത് ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞു. അവർ മണ്ണിലേക്ക് മടങ്ങുക. രാവിലെ ഒന്നടങ്കം ഇവിടെ കൂടി നിന്നുകൊണ്ട് അവർക്ക് അവസാനമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ നാടൊന്നാകെ, ഈ നെയ്യമ്പാറ പ്രദേശം, കരിമ്പ പ്രദേശത്തെ ഒരു മുഴുവൻ ജനാവലിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നേരത്തെ മയ്യത്ത് നമസ്കാരം നടന്ന സമയത്ത് പോലും ഈ ആ പള്ളിക്കൊള്ളാനാവാത്ത വിധത്തിൽ അത്രയും ജനാവലി അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഖബർസ്ഥാനിൻ്റെ സ്ഥാനത്തേക്ക് വരുമ്പോഴും അവിടെയും സമാന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോരുത്തരെയായി ഖബർസ്ഥാനിലേക്ക് എടുത്തു വെക്കുകയാണ്. പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടാണ് ഓരോ കർമ്മവും നടക്കുക. അല്ലാഹു പ്രാർത്ഥന ചൊല്ലി ഓരോരുത്തരെയായി ഖബറിലേക്ക് എടുത്തു വെക്കും. അതിനുശേഷം സ്ഥാനമനുസരിച്ച് ഓരോരുത്തരെയും കൃത്യമായി വെച്ചതിന് ശേഷം, കിടത്തിയതിനു ശേഷം വിവിധ മൂടുപലകകൾ അതിൻ്റെ മുകളിലായി വിവിധ ഈ കൂടി നിൽക്കുന്ന ജനങ്ങളിൽ പറ്റാവുന്നവരൊക്കെ 3 പിടി മണ്ണ് ഈ ഖബറിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊണ്ട് ഈ ഖബർസ്ഥാൻ, ഓരോ ഖബറും, ഈ 4 കുട്ടികളുടെയും ഖബർ മൂടുകയാണ് ചെയ്യുക. അതിനുശേഷം മീസാൻ കല്ലുകൾ കുത്തി മൈലാഞ്ചി ചെടിയും വെച്ച് പ്രാർത്ഥന ചൊല്ലി ഈ രക്ഷിതാക്കൾ നിതയുടെ, അതുപോലെ തന്നെ ആയിഷയുടെ, റിദ ഫാത്തിമയുടെ, ഇർഫാനയുടെ, ഈ 4 പെൺകുട്ടികളുടെയും രക്ഷിതാക്കൾക്ക്, ഉറ്റവർക്ക്, ബന്ധുക്കൾക്ക്, ഈ നാട്ടുകാർക്ക് ഇതെല്ലാം ക്ഷമിക്കാൻ, അതുപോലെ തന്നെ കൂടുതൽ കരുത്ത് പകരാനുമൊക്കെ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ചടങ്ങുകളെല്ലാം, ഈ കർമ്മങ്ങളെല്ലാം ഇവിടെ നടക്കുന്നത്. ആ എല്ലാവിധ ആദരവോടെയും കൂടെ ഇവരെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആ കർമ്മങ്ങൾ ഇന്ന് ഇവിടെ ജുമാ നമസ്കാരമുണ്ട്. വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ജുമാ നമസ്കാരത്തിന് ശേഷവും ഒരു പക്ഷേ ഇരിക്കാൻ, അതുപോലെ തന്നെ കൂടുതൽ പ്രാർത്ഥനകൾ ചൊല്ലി ഇരിക്കാനുള്ള സാധ്യതയെല്ലാം ഒരു പക്ഷേ ഇന്ന് ജുമാ നമസ്കാരത്തിന് ശേഷവും ഇവിടെ ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ ഈ 4 പെൺകുട്ടികളുടെയും ഈ നാടിൻ്റെ എല്ലാമായിരുന്ന ഈ കുട്ടികളുടെ ഖബറടക്ക ചടങ്ങാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വൻജനാവലി തന്നെ ഇവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് ഇതിൽ ഓരോ കുട്ടികളെയും നമുക്ക് എടുത്തു പറയുമ്പോൾ ഓരോരുത്തർ ഈ നാടിന് എത്ര പ്രിയപ്പെട്ടവരായിരുന്നു എന്നുള്ളതെല്ലാം നമ്മൾ ഒരുപാട് ആവർത്തി ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. കാരണം ചെറുപ്പം തൊട്ട് അവർ ഒരുമിച്ച് ജീവിച്ച് ഉറ്റവരായിരുന്നു. അതിനുശേഷം പിന്നീട് ഒരുമിച്ച് പഠിച്ച്, മദ്രസ തൊട്ട് ഒരുമിച്ച് പഠിച്ച്, സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച്, ഒരുമിച്ച് ജീവിച്ച്, ഒരുമിച്ച് പരീക്ഷ എഴുതി സന്തോഷത്തോടു കൂടി സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ഒരു അപകടമുണ്ടാകുന്നത്. ആ അപകടത്തിൽ 4 പേരുടെ ഇഷ്ടപ്പെട്ടു. ഇന്ന് എല്ലാം കഴിഞ്ഞ് ഇന്നൊരു പരീക്ഷയ്ക്ക് അവർ പോവേണ്ടതായിരുന്നു. പക്ഷേ ഇന്ന് നടക്കേണ്ട ആ പരീക്ഷാ ദിവസം അവരൊരുമിച്ച് ഈ 6 അടി മണ്ണിൽ അവരൊരുമിച്ച് അന്തി ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. ചെറുപ്പത്തിൽ ഒരുമിച്ചവർ വീണ്ടും ഈ ഖബർസ്ഥാനിലും ഒരുമിച്ച് ഈ പള്ളിക്കാട്ടിലും ഈ മൈലാഞ്ചിച്ചയുടെ ഗന്ധമൊക്കെ ഏറ്റ് അവരിങ്ങനെ ഇവിടെയും ഒരുമിച്ചാവും എന്നുള്ളതാണ് ഇതിലേറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. അത്രത്തോളം സൗഹൃദമായിരുന്നു അവർക്കുണ്ടായിരുന്നത്, അത്രത്തോളം പ്രതീക്ഷകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. കളിച്ചിരിയും പിണക്കവും എല്ലാം ഉണ്ടായിരുന്ന മക്കളാണ്. അതിപ്പോൾ ഇതാ ഈ പള്ളിക്കാട് വരെ അവസാനം എല്ലാ പ്രതീക്ഷകളും നിറവേറുന്നതിന് മുൻപ് തന്നെ ഒരുപാട് പ്രതീക്ഷകളുമായി ജീവിച്ചിരുന്നവർ അതെല്ലാം നിറവേറ്റുന്നതിന് മുൻപ് തന്നെ ഈ ബന്ധുക്കളെ വിട്ട്, ഈ നാട്ടുകാരെ വിട്ട് മൺമറഞ്ഞു പോയി എന്നുള്ളത് മാത്രമാണ് ഇതിലേറ്റവും ഖേദകരമായ കാര്യം. വിശ്വാസപ്രകാരം ഈ ദൈവത്തിൻ്റെ മുൻപിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ മാലാഖമാരാണ്. അവർക്കെല്ലാ കാര്യങ്ങളും എളുപ്പമാണ്. അതുകൊണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം
അതിലുപരി വിശ്വാസപ്രകാരം അവരെ തീർച്ചയായിട്ടും ദൈവങ്ങളെ പോലെ തന്നെയാണ് അള്ളാഹു തീർച്ചയായിട്ടും അവരെയും കാണുന്നത് എന്നത് വിശ്വാസമാണ്. അതങ്ങനെ തന്നെയാണ്. ആ ആദരവോടു കൂടി തന്നെയാണ് ഈ 4 പെൺകുട്ടികളെ ഈ വഞ്ചനാവ് ഈ നാട്ടുകാർ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നത്. ഇപ്പോൾ ഈ ഖബർസ്ഥാനിൽ ഈ ഖബറടക്ക ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പെട്ടിയിൽ നിന്നും ഇവരെ കൊണ്ടുവന്ന പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ചുമലിലേറ്റി ഓരോ എത്തിച്ചത്. അതിൽ നിന്ന് ഓരോരുത്തരെയായി എടുത്ത് ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം മുതൽ ഇത് ഖബറിലേക്ക് വെച്ചതു മുതൽ ഇവ കൂട്ടമായ പ്രാർത്ഥനകൾ ഖുർആൻ സൂക്തങ്ങളെല്ലാം ഖുർആൻ സൂക്തങ്ങളെല്ലാം ചൊല്ലിക്കൊണ്ടാണ് ഉരുവിട്ടുകൊണ്ടാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം ഈ സമയത്ത് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് എല്ലാവരും വലിയ ആദരവോടു കൂടി തന്നെ വിശ്വാസപരമായ ആദരവോടു കൂടി തന്നെയാണ് ഈ ചടങ്ങുകളെല്ലാം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിറയെ മനുഷ്യർ ഇതിനോടകം തന്നെ നേരത്തെ ഈ പള്ളിയിലേക്ക് ഈ പെൺകുട്ടികളുടെ മൃതത്തിന് മുൻപ് തന്നെ ഇവിടെ വൻ ജനാവലിയായിരുന്നു. പള്ളി പരിസരത്ത് വൻ ജനാവലി ഉണ്ടായിരുന്നു. നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതിലും ഇവിടെ ഉൾക്കൊള്ളാനാവാത്ത തരത്തിലുള്ള ആളുകൾ ഇങ്ങോട്ട് അത്രത്തോളം പ്രിയപ്പെട്ടവരാണ്, അത്രത്തോളം ഉള്ളിലച്ചിട്ടുണ്ട്, ഹൃദയഭേദകമാണ് കാഴ്ചകളെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന തരത്തിലുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഇതുവരെയുള്ള ഓരോ കാര്യങ്ങളും കഴിഞ്ഞു പോയത്. ഇനി അവർക്ക് ഏറ്റവും ആത്മാർത്ഥതയോടു കൂടിയുള്ള ഏറ്റവും ആദരവോടു കൂടി അവരെ മണ്ണിലേക്ക് തന്നെ വിശ്വാസപ്രകാരം എല്ലാവിധ കർമ്മങ്ങളും ചെയ്ത് നാലു പേരും ഒരിടത്ത് തന്നെ അവരെ എത്തിക്കണം എന്നതാണ് ഇനി നമുക്ക് ചെയ്യാൻ.